പെരുമീൻപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒന്നാമത്തെ അവതാരമായ മത്സ്യാവതാരത്തിന് ക്ഷേത്രമാണ് പെരുമീൻപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്ത് കാക്കൂര് എന്ന ഗ്രാമത്തിൽ 6 കിലോമീറ്റർ ചുറ്റളവിലായി 10 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എല്ലാ ക്ഷേത്രങ്ങളും പുനരുദ്ധരിക്കപ്പെട്ട് നന്നായിട്ട് നല്ല നിലയിൽ ഉയർത്ത് എഴുന്നേറ്റ് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നും എൻ്റെ വീഡിയോയ്ക്ക് എല്ലാ സപ്പോർട്ടുകളും നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും അശോകേട്ടൻ നമ്മളുമായി പങ്കുവയ്ക്കുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ വിശദമായ വിവരങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അശോകേട്ടൻ നമ്മോട് വിവരിച്ചു തരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഞാൻ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. നമസ്കാരം സാർ, ഇതിൻ്റെ ആരാണ്? ഞാൻ ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ്. കൂടാതെ ദശാവതാര ക്ഷേത്ര ഏകോപന സമിതിയുടെ PRO കൂടിയാണ്. എൻ്റെ പേര് അശോക് മാഷ് എന്നാണ്. ഇതിപ്പോ നമ്മളെ ഈ അമ്പലം പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനെ ദശാവതാര ക്ഷേത്രങ്ങൾ നേരത്തെ 2-3 കമ്മിറ്റി ഞങ്ങൾ രൂപീകരിച്ചു. അത് അങ്ങനെ അതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിരിക്കുമ്പോൾ അതൊക്കെ എങ്ങും എത്താതായി പോയി. അങ്ങനെ 2 വർഷം മുമ്പാണ് ഇപ്പോൾ ഉള്ള മേജർ ലഫ്റ്റനന്റ് കേണൽ ഉദയ സാറിന്റെ നേതൃത്വത്തിൽ ദശാവതാര ക്ഷേത്ര ഏകോപന സമിതി രൂപീകരിച്ചു. എല്ലാ ക്ഷേത്രത്തിന്റെയും പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർമാർ കൂടിയതാണ് ദശാവതാര ക്ഷേത്ര ഏകോപന സമിതി. ഈ ഏകോപന സമിതിയാണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദശാവതാര ക്ഷേത്ര ദർശനത്തിനുള്ള ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം ചെയ്തിരിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളുടെയും വീഡിയോ 5-10 മിനിറ്റ് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ദശാവതാര ക്ഷേത്രം എന്നുള്ള ഒരു വീഡിയോ 5 മിനിറ്റിലേക്ക് ചുരുക്കിക്കൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയ വീഡിയോ എടുത്തു. അതിൻ്റെ മീഡിയ ലോഞ്ചിങ് ഇവിടെ ഒരു വലിയ ഹാളുണ്ട്. ആ ഹാൾ വെച്ച് മീഡിയ ലോഞ്ചിങ് നടത്തി. മീഡിയ ലോഞ്ചിങ്ങിൽ ബഹുമാനപ്പെട്ട നമ്മുടെ വനംവകുപ്പ് മന്ത്രി, നമ്മുടെ ഈ പ്രദേശത്ത് ഇവിടുത്തെ MLA അദ്ദേഹം ശശീന്ദ്രൻ സാറും, പിന്നെ MP, പിന്നെ നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ് സാറ്, ഇവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളൊരു വലിയ 1600ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു വലിയ ലോഞ്ചിങ് നടത്തി. അതിനുശേഷമാണ് ഈ ദശാവതാര ക്ഷേത്രം എന്ന ഇത് ജനങ്ങളിലേക്ക്, ഞങ്ങളുടെ ലക്ഷ്യം ഒറ്റന്നേ ഉള്ളൂ, ദശാവതാര ക്ഷേത്രങ്ങൾ എന്ന ഈ പരിപാടി ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിനുവേണ്ടി ഞങ്ങൾ അല്ലാതെ വേറെ മറ്റു വഴിക്കും ചിന്തിച്ചു. അതായത് വൈക്കം വിജയലക്ഷ്മിയെ കൊണ്ട് എല്ലാ ക്ഷേത്രത്തിനെയും സംബന്ധിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തെപ്പറ്റി 10 ഭാഷയിൽ 10 പാട്ട്, അങ്ങനെ 100 പാട്ട് വൈക്കം വിജയലക്ഷ്മി പാടി അതിൻ്റെ ലോഞ്ചിങ് നടത്തി. അങ്ങനെ ഓരോ പരിപാടികൾ നടത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിനുശേഷമാണ് ഭക്തർ ഇവിടെ എത്തി തുടങ്ങി. പിന്നെ ഞങ്ങൾ നാലമ്പല ദർശനത്തിന് പോയിട്ട് അവിടെ എന്താ പറയുക, പിന്നെ നമ്മളൊരു ക്ഷേത്രത്തിൽ, ശ്രീരാമൻ്റെ ശത്രുഘ്ന ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവിടെയാണ് എല്ലാ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നത്. അവിടെ ഞങ്ങൾ 1 മാസക്കാലം ഞങ്ങൾ താമസിച്ചു. അതായത് എല്ലാ ക്ഷേത്രത്തിലെയും 3 ഭാരവാഹികൾ അവിടെ താമസിച്ചും കൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ അവിടെയുള്ള ടൂർ ഓപ്പറേറ്റേഴ്സിന് മുഴുവൻ നൽകിക്കൊണ്ട് അങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. അങ്ങനെ 1 മാസം താമസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വണ്ടിക്കാരുടെ, എല്ലാ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെയും ഞങ്ങൾ നമ്പർ ശേഖരിച്ചു. അവർക്ക് നമ്മുടെ ഈ കോഴിക്കോട് ദശാവതാര ക്ഷേത്രം എന്ന വീഡിയോ ഞങ്ങൾക്ക് ഷെയർ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്തർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന് 50 പേര് വന്നു, തൃശ്ശൂരിൽ നിന്ന് 50 പേര് വന്നു, ഇവിടെ അടുത്തുള്ള ഒരു 4-5 കിലോമീറ്ററിൽ നിന്ന് 100-110ഓളം പേര് വന്നു. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങളെ ഈ ക്ഷേത്രങ്ങളിൽ എത്തിക്കുക. 58 ക്ഷേത്രങ്ങൾ മുഴുവൻ, ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് പരശുരാമൻ്റെ ശിഷ്യഗണങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടു എന്നാണ്
സ്വർണ്ണപ്രസിദ്ധൂടെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധാരണ പ്രവർത്തനം എല്ലാം നശിച്ചുപോയ ക്ഷേത്രങ്ങൾ, ഒന്നുമില്ലാത്തിടത്താണ് നമ്മളിപ്പോൾ കാണുന്ന ഈ രീതിയിൽ ക്ഷേത്രത്തെ ആക്കി തീർത്തിരിക്കുന്നത്. ശ്രീകോവിൽ തന്നെ മണ്ണുകൊണ്ടുള്ള ഒരു കൂടാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിന് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് ഒന്നും സംഭവിച്ചിരുന്നില്ല. മറ്റു ചില ക്ഷേത്രങ്ങളിലൊക്കെ പ്രതിഷ്ഠയും പോയിരുന്നു. അപ്പോൾ എല്ലാം ഉയർത്തിക്കൊണ്ടുവരും. ഇപ്പോൾ കൽക്കി ക്ഷേത്രം മാത്രമേ ആയിട്ടില്ല. കൽക്കി ക്ഷേത്രം ഈ പറമ്പിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു അമ്പലപ്പറമ്പ് എന്ന പറമ്പുണ്ട്. ആ പറമ്പിൽ കല്ലുവെട്ടുകുഴി എടുത്തരം ക്ഷേത്രങ്ങൾ അവശിഷ്ടം കാണുകയും അത് മൂടപ്പെട്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അത് കൽക്കി ക്ഷേത്രമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മണ്ണിനടിയിലുള്ള ക്ഷേത്രമാണ്. അപ്പോൾ കൽക്കി വാഴുന്ന ഊര് കൽക്കിയൂർ, അങ്ങനെയാണ് കൽക്കിയൂരാണ് കാക്കൂരായിട്ട് മാറിയത് എന്ന് ഒരു ഐതിഹ്യമുണ്ട്. കാക്കൂർ എന്ന പേര് വന്നത് അങ്ങനെയാണെന്ന്. കാക്കുന്ന ഊര്, ഭഗവാൻ കാക്കുന്ന ഊര് എന്ന നിലയിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഐതിഹ്യമുള്ള ഒരു പ്രദേശമാണ് ഈ കാക്കൂർ. അതിലെ 8 ക്ഷേത്രങ്ങൾ കാക്കൂരും, 2 ക്ഷേത്രങ്ങൾ ഒന്ന് ചാളന്നൂർ പഞ്ചായത്തിലും ഒന്ന് ആൻമണ്ട പഞ്ചായത്തിലും ഈ ക്ഷേത്രങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ഞാൻ, എൻ്റെ സഹോദരൻ ശിവേട്ട ഒന്നുകൂടേക്ക് വരൂ. ശിവേട്ടനാണ് ഇതിൻ്റെ സെക്രട്ടറി ശിവേട്ടനാണ്. അപ്പം മാതൃസമിതിയാണ് ഈ ക്ഷേത്രത്തിന് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓരോ ക്ഷേത്രത്തിലും പ്രധാനപ്പെട്ട വഴിപാടുകളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ അവർ ഓരോ ക്ഷേത്രത്തിലും ഭക്തർ ചെയ്യുന്നു. ഞങ്ങൾ ഭക്തരോട് പറയുന്നത്, ഞങ്ങൾ ഒരു തൃക്കോയിക്കൽ നരസിംഹ ക്ഷേത്രത്തിൽ വെച്ച് പ്രഭാത ഭക്ഷണം നൽകുന്നുണ്ട്. അതേപോലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഞങ്ങൾ ഉച്ചഭക്ഷണം വരെ 11 മണിക്ക് ഉച്ചഭക്ഷണം നൽകുന്നു. ഞങ്ങൾ ഭക്തരോട് പറയുന്നത്, ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ക്ഷേത്രത്തിലും സംഭാവന കൊടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു തരില്ല. അപ്പോൾ അവസാനത്തൊന്നും കിട്ടാതായി പോകും. അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് മാത്രം സംഭാവന, അതായത് നിങ്ങളാൽ കഴിയുന്ന സംഭാവന, തൃക്കോയിക്കൽ നരസിംഹ ക്ഷേത്രത്തിൽ ദശാവതാര ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി ഒരാളിരിക്കും. ആ കമ്മിറ്റി അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് ദശാവതാരത്തിൻ്റെ റെസിപ്റ്റ് വാങ്ങിക്കൊണ്ട് നിങ്ങൾ സംഭാവന നൽകണമെന്നാണ് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങളാൽ കഴിയുന്നത്. അപ്പോൾ എല്ലായിടത്തിലും ഇപ്പം ഇവിടെ നവീകരണ കലശം നടത്താനുണ്ട്. ഇപ്പം മെയ് മാസത്തിൽ ആമമംഗല ക്ഷേത്രത്തിൽ നവീകരണ കലശമാണ്. തൃക്കോയിക്കൽ നരസിംഹ ക്ഷേത്രത്തിൽ നവീകരണ കലശം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ക്ഷേത്രങ്ങളെല്ലാം ഉദ്ധരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനത്തിലാണ്. എന്തായിരുന്നാലും നിങ്ങൾ ഇവിടെ എത്തി ഞങ്ങളോട് സഹകരിച്ചതും ഞങ്ങളോട് എത്തിയതിന് വളരെയധികം സന്തോഷമുണ്ട്. നമ്മളിവിടെ എത്തിപ്പെട്ടതാണ്. തീർച്ചയായും നമ്മൾ എവിടെ എത്തിപ്പെടുന്ന ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അത് നമ്മൾ എത്തിക്കും. അതാണ് അങ്ങനെ എത്തിപ്പെടുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ യൂട്യൂബിലും ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.